ഡിജിമാക്സ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്നു ഇന്നു മുതൽ മരണം വരെ. ഹലോ ഹലോ, ഹലോ. ഞാൻ സണ്ണിയാടാ. ആ അത് ശരി, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഓ, ഞാനത് ഓർത്തില്ല, സോറി. ഏയ് അത് സാരില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രിയമോൾ എന്തു പറയുന്നു? എടാ, അവളുടെ ഒരു കാര്യത്തിനാ നിന്നെ ഇപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതെന്താ സണ്ണി? അവൾക്ക് അവിടെ നിന്ന് ഒരു ആലോചന. ചെറുക്കൻ അവിടെ ഒരു ജ്വല്ലറിയിലെ സെയിൽസ്മാനാണ്. ഇവിടെ നാട്ടിൽ നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ്. വലിയ തരക്കേടില്ലാത്ത ചുറ്റുപാടാണ് അവൻ്റേത്. അവൻ അവിടെ വന്നിട്ട് 4 കൊല്ലമായി. ഓഹോ, എന്താ അവന്റെ പേര്? ഓ, ഞാനത് മറന്നു. മനു ജോസഫ്. കാണാൻ വലിയ തരക്കേടില്ല. പ്രിയയ്ക്ക് ചേരും. പിന്നെ ഇപ്പോൾ ഈ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അത് ശരിയാ. അവളുടെ BSc പേപ്പറൊക്കെ കിട്ടിയോ? ഇല്ല, അതിന് ഞാൻ അടുത്ത ആഴ്ച ഒന്ന് ബാംഗ്ലൂർക്ക് പോകണം. അവിടെ പ്രിൻസിപ്പാളിനെയൊക്കെ അവളെ വലിയ കാര്യമോ. ബോണ്ടൊന്നും കൊടുക്കാതെ വേണമെങ്കിൽ ജോലിക്ക് നിന്നോളാം പറഞ്ഞതാ. എന്നാ അതല്ല സണ്ണി നല്ലത്. മതിയടോ, അവൾ ഇനി ഞങ്ങളുടെ ഒപ്പം ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തന്നെ 4 കൊല്ലമായി. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൂടെ അവളെ കാണാനൊന്നും പറ്റില്ലല്ലോ. എടാ സണ്ണി, എന്നാ നിനക്ക് നാട്ടിൽ നിന്ന് വല്ല പിള്ളേര് നോക്കിയാ പോലെ. അല്ല, എങ്ങനെ ഈ പ്രപ്പോസൽ വന്നത്? ആ, അത് അവളുടെ ചോയ്സാണ്. നീ എന്താ പറയുന്നേ? ഇനി വല്ല പ്രശ്നത്തിലും ചാടിയാ? ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. ഇന്നത്തെ കാലത്തെ എല്ലാം ഓൺലൈനല്ലേ. മൊട്ടുസൂചി വരെ ഓൺലൈനിൽ കിട്ടും. പിന്നെ ഒരു ചെറുക്കന് താനെന്താ തമാശ പറയണോ? എടോ, നമ്മൾ വയസ്സന്മാർ ചൂണ്ടിക്കാണിക്കുന്ന പിള്ളേരെ കെട്ടുന്ന കാലമൊക്കെ പോയി. ഇപ്പം ന്യൂ ജനറേഷനാ. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാ സെലക്ഷൻ. കാലം പോയൊരു പോക്കേ. ഞാൻ എന്റെ ഷീവയെ കെട്ടുമ്പോ അവളുടെ മുഖം പോലും നോക്കിയിട്ടില്ല. ഞാനാകെ നിന്ന് വിറക്കായിരുന്നു. അതെ, അവള് അന്ന് തൻ്റെ മുഖം നോക്കിയിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടേനെ. എടാ സണ്ണി, വേണ്ടട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. വിടടോ, അതൊക്കെ ഒരു കാലം. അന്ന് എന്തൊക്കെ നോക്കണമായിരുന്നു ഒരു പെണ്ണ് കേട്ടെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എടുത്തുചാട്ടം കൂടുതലാ. ഒന്നിനും ഒരു സമാധാനമില്ല. അതേന്നേ, കെട്ടുന്നതും വഴിക്കുന്നതും ഒക്കെ വളരെ പെട്ടെന്നാ. ആ, അതുകൊണ്ട് നീ അവനെ പറ്റി ശരിക്കും ഒന്ന് അന്വേഷിക്കണം. നമ്മുടെ മോൾക്ക് ആ ഗതി വരരുത്. ദേ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. നീ ഒന്ന് സമാധാനായിരിക്കും സണ്ണി, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, അവന്റെ വീട്ടുപേരും സ്ഥലവും ഒക്കെ ഒന്ന് SMS ചെയ്യ്. പിന്നെ അവന്റെ മൊബൈൽ നമ്പർ ഉണ്ടോ കയ്യിൽ? ഇല്ല, ഞാൻ അത് വാങ്ങിയില്ല. അതൊക്കെ ആവശ്യക്കാര് വാങ്ങിയിട്ടുണ്ടാവും. നീ പ്രിയോടൊന്ന് ചോദിച്ചു നോക്കി. ആ, അത് ശരിയാ. എന്നാ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. ഒക്കെ ശരിയാവും സണ്ണി, നീ സമാധാനായിരിക്കും. എല്ലാം ദൈവത്തിന്റെ പദ്ധതി പോലെ നടക്കും. ഓക്കെ, ബൈ. ഓക്കെ. السلام عليكم. وعليكم السلام. صباح الخير. صباح النور. Sir, this is very nice model. كم هذه؟ هذا 400. وايد غالي، لازم نسوي ديسكاونت. هذه نيو موديل. لا اي في موديل بس سوي ديسكاونت. لا اخر كم هذه؟ هذا 400. لا وايد غالي، انت لازم تسوي ديسكاونت بعدين ياخذ واحد. എടാ ഹരി, ഇവനെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? നീ കളയണ്ട, ഒരു 3% കൊടുത്തു. അർബാബ്, في شوية ديسكاونت بعد. يلا حبيبي انا ياخذ هذه اليوم ما في مشكلة. اوكي. എന്തായാലും കൈനീട്ടം കൊള്ളാം. അല്ല, ഇങ്ങനെ വല്ലവർക്കും മോതിരം വളയൊക്കെ ഇട്ട് നടന്നാ മതിയോ? നമുക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടടാ. വീടളിയാ, ജീവിച്ചു പോട്ടടേ. അല്ല, എന്തായി നിന്റെ പെണ്ണന്വേഷണം? ഇക്കൊല്ലം നടക്കുവോ? ദൈവത്തിനറിയാം. പലതും വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. നീ നേഴ്സിനെ അല്ലേ നോക്കുന്നേ? അതാണ് എൻ്റെ ആഗ്രഹം. എന്താ നിന്റെ അഭിപ്രായം? നീ ഒരു നേഴ്സിനെ കിട്ടിയതല്ലേ? ഒന്നും ആലോചിക്കണ്ട, ജീവിതം രക്ഷപ്പെടും. ദേ, മിനിഞ്ഞാന്നൊരു റേഷായിരുന്നു കളമശ്ശേരിയിൽ. ഒരു 10 സെനങ്ങ് മേടിച്ചിട്ടു. അവളുടെ പേരിൽ ലോണങ്ങ് തട്ടി. 2 കൊല്ലം കഴിഞ്ഞ് 5 ഇരട്ടിയാ വില. നീ ആടാ യഥാർത്ഥ ഹസ്ബൻഡ്. അല്ല, ഇവളുമാരൊക്കെ വലിയ ജാട കാണിക്കില്ലേ? എടാ, ഒരു ഐഡിയപരമായി നീങ്ങി എല്ലാം നടക്കും. ഇനി എന്തെങ്കിലും ആവശ്യം പറയുമ്പം വല്ല സ്ഥലത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ കാര്യം അങ്ങ് തട്ടണം.
ഫ്ലാറ്റ് ദേ കിടക്കുന്നു. പിന്നെ കുറച്ച് കഷ്ടപ്പാടാ. എല്ലാം നടക്കൂടാ. സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു സ്റ്റഡി ക്ലാസ്സും കയറാം. ദേ ഇത് കണ്ട, പുത്തൻ ഐഫോണാ. അവളുടെ CPRന്റെ ബർത്ത്ഡേ എടാ സത്യത്തിൽ ഒരു കേസ് വന്ന് മുട്ടിയിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ വർഷം BSc കഴിഞ്ഞതാ. എടാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? മാട്രിമോണി സൈറ്റ് വഴിയാ. അപ്പൊ പിന്നെ ചാറ്റിങ്ങും ചീറ്റിംഗ് ഒക്കെ തുടങ്ങി കാണുമല്ലോ. ചെറുതായിട്ട്. അളിയാ, ഇവിടെ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? എടാ നേഴ്സുമാർക്ക് ഭൂലോകം മുഴുവൻ ചാൻസാ. നിനക്ക് യോഗമുണ്ടെങ്കിൽ വല്ല കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ ഒക്കെ പോകാവിടെ. ഹലോ, അതെ മനുവാണ്. ഓ അത് ശരി. പറയൂ അങ്കിൾ. പള്ളിയിലോ? ഞാൻ വരാം. ഓക്കെ, അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ആരാ മനു? ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരുടെ ഒരു അങ്കിളാ. വൈകിട്ട് പള്ളിയിൽ വരുമോന്ന്. ഓ ഇന്റർവ്യൂ ആയിരിക്കും. ഓൾ ദ ബെസ്റ്റാ. എടാ, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ. ആ, ഞാൻ മനുവാ. ഹായ്, എന്താ സാറേ വിശേഷം? നിന്റെ പപ്പയുടെ അന്വേഷണം എവിടം വരെയായി? നടക്കുന്നു. നിന്റെ ഒരു അങ്കിൾ വിളിച്ചായിരുന്നു ഇപ്പോ. അങ്കിളോ? ഏതങ്കിൾ? ജോയി അങ്കിൾ. ഓ, ജോയ് അങ്കിൾ എന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. പുള്ളി പറഞ്ഞാ പിന്നെ പപ്പ മറ്റൊന്നും ചിന്തിക്കില്ല. ഓ അങ്ങനെയാണോ? എന്നാ ഇന്ന് പുള്ളി ഒന്ന് ഇംപ്രസ് ചെയ്തേക്കാം അല്ലേ? എന്നാ മിടുക്കൊന്ന് കാണട്ടെ. ഓ, നിനക്കെന്റെ മിടുക്ക് കാണാൻ തിരക്കായോ? ഛേ, ഒന്ന് പോയി ചായ. ദേ, ഇമാതിരി വർത്താനങ്ങളൊന്നും എനിക്കിഷ്ടല്ലാട്ടോ. സാരമില്ല, പോട്ടെ. അല്ല, നിന്റെ അപ്പച്ചൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല. അതല്ലെങ്കിൽ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ? ഏയ്, എന്റെ പപ്പയെ എനിക്ക് നന്നായി അറിയാം. എന്റെ ഏതൊരു ഇഷ്ടത്തിനും പപ്പ എതിര് നിൽക്കില്ല. ഞാനേ പപ്പയുടെ പൊന്നാ. ദേ, ഞാൻ ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞ ഈ പൊന്നും ചക്രയൊക്കെ എന്റെ മാത്രമാ. അത് മറക്കണ്ട. ഓ, ഇത്രയ്ക്ക് സ്വാർത്ഥനാവല്ലേ ചായ. എന്റെ പപ്പ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാ വളർത്തിയേ. അവരെ മറന്നുകൊണ്ടുള്ള ജീവിതമൊന്നും എനിക്ക് വേണ്ട. ഓ സെന്റി. ദേ, ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പെമ്പിള്ളേര് ഇതല്ല ഇതിനപ്പുറവും പറയും. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയും ഒക്കെ കണക്കാ. ദേ, ഗുരുവായൂരൊക്കെ എത്ര പേരെയാ നടതള്ളുന്നേ. ഇച്ചായ കൂടുന്നുണ്ട് കേട്ടോ. എന്നെ അതുപോലെയാണോ കാണുന്നേ? അയ്യോ, അല്ലല്ലല്ല, പിണങ്ങല്ലേ പൊന്നെ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം. ദേ നോക്ക്, നമുക്കൊരു നല്ല വീട് പണിയണ്ടേ? പിന്നെ കാറ്, അതിൽ നിറച്ച് പിള്ളേര്, പിന്നെ അവരുടെ ഭാവി. മാഷ് നല്ല മൂഡിലാണല്ലോ. പിന്നല്ലാതെ. പക്ഷെ അതിന് കുറച്ച് കഷ്ടപ്പെടണം. കല്യാണം കഴിഞ്ഞാൽ നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനാ എൻ്റെ പ്ലാൻ. ഏ, എന്നെ കഷ്ടപ്പെടുത്താനാ പരിപാടിയല്ലേ? ഏയ് അല്ല മോളൂ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരും? ഐ ലവ് യു ഡിയർ, ലവ് യു സോ മച്ച്. മതി മതി. അല്ല, എപ്പോഴാ ജോയങ്കളിനെ കാണാൻ പോകുന്നേ? നശിപ്പിച്ച്. ഞാൻ നല്ല മൂഡിലായിരുന്നു. അല്ല സാറേ, കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇച്ചായന്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കൂ? എന്തായാലും എന്റെ പപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ ഈ പൊന്നും ചക്കരയൊക്കെ എൻ്റെ മാത്രമാണെന്ന്. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിനക്ക് സമ്മതമല്ലേ? ആ, നമുക്ക് നോക്കാം. ആദ്യം കല്യാണം ഒന്ന് കഴിയട്ടെ. ഇച്ചായൻ ഇപ്പൊ പള്ളി പോവാൻ നോക്ക്. പള്ളിയിലൊക്കെ പോയി നന്നായി പ്രാർത്ഥിക്കണേ. എല്ലാം നന്നായി വരും. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ. ചെക്കിൻ കഴിഞ്ഞു. ആ, ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ എന്താ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? ഇന്ന് രാത്രി കൂടെ എങ്ങനെയെങ്കിലും തള്ളി നീക്കണം. നിന്നെ ഒന്ന് കാണാൻ, ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കാൻ കൊതിയാവും.
ഇന്നു മുതൽ മരണം വരെ, ഇന്നു മുതൽ മരണം വരെ, സന്തോഷത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, പരസ്പര സ്നേഹത്തോടും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ഏകമനസ്സോടെ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഒന്നിച്ചു ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. മനു, താലി കെട്ടുമ്പോ നിന്റെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടല്ല ഞങ്ങൾ, അതുകൊണ്ടാ. അത് കലക്കി. ഇച്ചായ, ദേ ശ്രീജിത്ത് വിളിക്കുന്നു. എന്നാടാ? ഇല്ലടാ, ഞങ്ങൾ ഇപ്പഴാ ഒന്ന് ഫ്രീ ആയേ. ബന്ധുക്കളൊക്കെ ഇപ്പൊ പോയേ ഉള്ളൂ. എന്തായാലും നീ കറക്റ്റ് ടൈമിലാ വിളിച്ചത്. ആ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നീ അന്വേഷിച്ചോ? സിംഗിൾ ആയാലും കുഴപ്പമില്ല, എന്തായാലും ഷെയറിങ് വേണ്ട. ഓക്കെ, നീ ഒന്ന് കാര്യമായിട്ട് ഉത്സാഹിക്കണം കേട്ടോ. ബൈ. ഇച്ചായ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ തന്നെയാണോ പ്ലാൻ? പിന്നല്ലാതെ. അല്ല, പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നോട്ടെ. പ്രിയേ, ഞാനിവിടെ ഓരോന്ന് ശരിയാക്കാൻ വേണ്ടി ഓടിയാണെന്ന് കഷ്ടപ്പെടുമ്പോൾ നീ അവിടെ പോയി നിൽക്കാൻ പോവാണോ? ദേ, നാളെ തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിന് പോകണം, മറ്റന്നാൾ പാസ്പോർട്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. എനിക്ക് എൻ്റെ പപ്പയെ കാണണം ഇച്ചായ, പ്ലീസ്. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കണം. നമുക്കവിടെ പോകാം. ആദ്യം ഈ പാസ്പോർട്ടിൻ്റെ കാര്യം ശരിയാക്കട്ടെ. ദേ, നല്ല മഴ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. എന്താ പ്രിയേ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാണോ? നീ ഇങ്ങ് വന്നേ, ഇച്ഛാൻ ചോദിക്കട്ടെ. ഹലോ പപ്പ, ഗുഡ് മോർണിംഗ്. അതെ, ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രിയയുടെ വിസ കിട്ടി, ടിക്കറ്റും കൂടെ കിട്ടിയാൽ 2 ദിവസത്തിനുള്ളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ല അതെല്ലാം നേരിട്ട് സംസാരിക്കാം. എന്നാ വെക്കട്ടെ. എന്താടി, നിന്റെ പപ്പ വലിയ ഗൗരവത്തിലാണല്ലോ. അവർക്കും നമ്മളെപ്പറ്റി പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ദേ നോക്കി, അവിടെ ചെന്ന് വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. കാര്യം പറയുക, എളുപ്പം ഇങ്ങോട്ട് ഇറങ്ങാം. ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. ആ ബാങ്കിലൊന്നും പോകാൻ പറ്റിട്ടില്ല ഇതുവരെ. ആ, നിങ്ങൾ എത്തിയോ? കേറി വാ മക്കളെ, കേറി വാ. ആ പപ്പ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ യാത്രയുടെ തിരക്കാം. ആ, പിന്നെ വിസ കിട്ടാൻ ഇത്തിരി താമസമൊക്കെ കാണുമെന്നാണ് കരുതിയത്. ഇത് ഇത്ര പെട്ടെന്ന്? എല്ലാം നമ്മുടെ ആവശ്യം പോലിരിക്കും പപ്പ. അല്ല മോനെ, പ്രിയമോളെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ? അവൾ കുറച്ച് ദിവസം കൂടി ഞങ്ങളുടെ ഒപ്പം നിൽക്കട്ടെ. ദേ പപ്പ, ഞങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ നോക്കല്ലേ. ഇല്ല, ഞാനായിട്ട് ആരുടെയും മനസ്സ് മാറ്റുന്നില്ല. ആ, അമ്മയില്ലാതെ വളർത്തിയതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇവളെ പിരിയാനൊരു വിഷമം. പപ്പ, അല്ല, എവിടെയായിരുന്നാലും നിങ്ങൾ സന്തോഷമായിരുന്നാൽ മതി. അതല്ല, അവൾക്ക് അവിടെ ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പപ്പയ്ക്കറിയാലോ, അവിടെ നേഴ്സിങ്ങിന് നല്ല ഡിമാൻഡാ. പിന്നെ മാസം നല്ലൊരു തുക ശമ്പളവും കിട്ടും. ആ, അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ കാശ് മാത്രം നോക്കരുത്. നഴ്സുമാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാലാഖമാരാണ്. അവർക്കുള്ള പ്രതിഫലം ഇന്നല്ല കിട്ടുക. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ പപ്പ ഈ കോഴ്സ് ചെയ്തേ. അപ്പൊ പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിയാൽ? എൻ്റെ മോള് എന്നു മുതലാ ഇതൊരു ജോലിയായി കണ്ടു തുടങ്ങിയത്? രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും പരിചരിക്കാനല്ലേ നീ നഴ്സിംഗ് തിരഞ്ഞെടുത്തത്? എന്നിട്ടിപ്പോ
വലിയ ശമ്പളവും സൗകര്യമൊക്കെ കേട്ടപ്പോ എല്ലാം മറന്നു അല്ലേ? ഇല്ല പപ്പ. അല്ല, ഇവളെ വല്ല മദർ തെരേസ ആക്കാനുള്ള പരിപാടിയായിരുന്നോ? നാളെ കിട്ടുന്ന പ്രതിഫലം എനിക്ക് വേണ്ട. ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലേ നാളെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ തന്നെ പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. മക്കളെ, മനുഷ്യന്റെ കാശിനോടുള്ള ആർത്തി ഒരു കാലത്തും തീരില്ല. എന്നാൽ ജീവിക്കുന്നതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. അപ്പോ എല്ലാം താനെ വന്നു ചേരും. ഓ, സമയം ഇപ്പൊ തന്നെ വൈകി. ഞങ്ങൾ ഇറങ്ങാൻ നോക്കുക. പ്രിയേ, വാ നമുക്ക് പോവാം. പപ്പ, ഞങ്ങൾ ഇറങ്ങുക. ശ്ശേ, എന്താ മോളെ ഇത്? കരയാണോ? ദേ, സന്തോഷമായിട്ടിരിക്കും. മോളിങ്ങോട്ട് വന്നേ, പപ്പയ്ക്കൊരു സ്തുതി തന്നേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പപ്പ. ഇപ്പോഴും എപ്പോഴും. മോനെ, എന്റെ മോളെ പൊന്നുപോലെ നോക്കണേ. ആ, പ്രിയമോള് വേണം ഇനി മനുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പോയി വാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോ, അങ്ങനെ നമ്മൾ ബഹറിലെത്തി. ശ്രീ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ, എത്തിയോ? ഹായ് ശ്രീ. ദേ പ്രിയേ, ഇതാണ് നമ്മുടെ ശ്രീജിത്ത് എന്ന മഹാൻ. ഹലോ, ഹായ്. വെൽക്കം ടു ബഹ്റിൻ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നോ? എന്താ പ്രിയക്കൊരു വിഷമം പോലെ? ഹോം സിക്നസ്സാ? ഒന്നും പറയണ്ട മോനെ, ഒരു കണക്കിന് ഇവിടം വരെ എത്തിച്ച. സാധാരണ അങ്ങനെ അല്ലല്ലോ. എന്താ പറ്റി പ്രിയേ? ഏയ്, ഞാൻ പെട്ടെന്ന് അവരെ വിട്ട് പോന്നപ്പോ. ഓ ഓ, ദേ തുടങ്ങി. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എൻ്റെ പ്രിയ, നീ മനുഷ്യനെ വെറുതെ നാണം കെടുത്തല്ലേ? എന്താടാ മനു ഇത്? നീ അവളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. പ്രിയേ, ഇത് ഞങ്ങളൊക്കെ പലതും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയക്കറിയാവോ, ഞാൻ എൻ്റെ മോളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണോ? എന്താ ഇഷ്ടപ്പെട്ടില്ലടാ? പൂന്തോട്ടവും സ്വിമ്മിംഗ് പൂളുള്ളതൊക്കെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. തൽക്കാലം എൻ്റെ മാന്യത കൊണ്ട് അടങ്ങാം. കൊള്ളാട മക്കളെ, എനിക്ക് ഏരിയ ഇഷ്ടപ്പെട്ട്. നല്ല വിശാലമായ പാർക്കിംഗ്. പ്രിയക്ക് വീട് ഇഷ്ടപ്പെട്ടോ? അവൾക്ക് നിന്നെ തന്നെ പിടിച്ചിട്ടില്ല, അന്നേരം റൂം. ഡേ, നിന്റെ സേവനം മതി കേട്ടാ. വിട്ടോ. ഇപ്പൊ നമ്മൾ പുറത്ത്. പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ബില്ല് ഞാൻ നിനക്ക് നാളെ തരാം. ഇനി അത് കണ്ട് നീ തലയിറങ്ങണ്ട. തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്നാ ശരി, ഞാൻ പോണേ. പിന്നെ ആക്രാന്തം വേണ്ട, എല്ലാം നിനക്കുള്ളതാ, മറക്കണ്ട. ഓ, നീ ഒന്ന് പോയി തരാവളിയാ. ഓക്കേടാ, ബൈ, താങ്ക്സ്. ഹലോ, ആ ഹരി, ഞങ്ങൾ എത്തിയടാ. ദാ ഇപ്പൊ റൂമിൽ കയറിയതേ ഉള്ളൂ. ആണോ? എടാ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? പോടെ. ആ, പിന്നെ രാവിലെ വരില്ലേ? എന്താ വരണ്ടേ? എടാ, അതല്ലടാ, എനിക്ക് മോളുടെ സ്കൂളിലൊന്ന് പോണം. ഓ ഉവ്വ, ഞാൻ വരുമെന്ന് നോക്കി നിൽക്കുമായിരുന്നല്ലേ ഒന്ന് മുങ്ങാൻ. എടാ പുല്ലേ, അത് മാത്രമല്ല, റാണി പറഞ്ഞ അവിടെ BDF ഒരു വേക്കൻസി വന്നിട്ടുണ്ടെന്ന്. നിനക്ക് വേണേ പോയി നോക്ക്. എടാ, അവർ എക്സ്പീരിയൻസ് വല്ലതും ചോദിക്കുന്നുണ്ടോ? അതൊന്നും പ്രശ്നമില്ലടേ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയാ രക്ഷപ്പെട്ടില്ലേ? താങ്ക്സ് എടാ, ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. ദേ പ്രിയേ, നമുക്ക് ഭാഗ്യമുണ്ടടി. ഇവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന്. എന്താ നിനക്കൊരു മ്ലാനത? എന്താന്നറിയില്ല, ഒരു തലവേദന. നീ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഇത് ഈ യാത്രയുടെ ആയിരിക്കും. എടാ ശ്രീ, നീ ഫ്രീ ആണോ ഇന്ന്? ആണെങ്കിൽ എന്താ കാര്യം? അല്ല, ഞങ്ങൾക്കൊന്ന് BDF വരെ പോണായിരുന്നു. BDF-ലോ? ഇത്ര പെട്ടെന്നോ? നീ ആള് കൊള്ളാലോടാ. അതല്ലടാ, അവൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ. അത്രേ ഉള്ളോ?
ഞാനോർത്തു നീ ഇനി വല്ലോ. ഓക്കെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒരു അരമണിക്കൂറിൽ ഞാൻ എത്താം. നീ റെഡി ആയിരിക്കും. ഓക്കെ? ഇച്ചായ, ഒരു പരിചയമില്ലാതെ ഞാൻ ഇത്ര പെട്ടെന്ന്. എൻ്റെ പ്രിയെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂവിന് വിളിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. എനിക്കെന്തോ ഒരു വയ്യായിക. അല്ല, എനിക്ക് വേറൊരു സംശയം. ഒരു ഗുഡ് ന്യൂസ് ആണോ എന്ന്. എന്ത് ഗുഡ് ന്യൂസ്? ഇച്ചായ, നമുക്കൊരു വാവയെ കിട്ടാൻ പോകുന്നു എന്ന്. എൻ്റെ ദൈവമേ, ഹേയ്, നിനക്ക് വരെ തോന്നാവും നീ അത് ഈ പുതിയ സ്ഥലവും ക്ഷീണമൊക്കെ തോന്നാവും. അല്ല ഇച്ചായ, ഇതതുപോലല്ല. എന്തായാലും നമുക്ക് ഇന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ആ കൂട്ടത്തിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും അവിടെ റാണി ഉണ്ടല്ലോ. അല്ല, ഇനി അഥവാ ജോലി ശരിയായിന്നിരിക്കട്ടെ, അപ്പം നമ്മുടെ കുഞ്ഞിന്റെ കാര്യം. ഓ, നീ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നമുക്കിപ്പോ ഒരു ജോലി ആവശ്യം. കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാവും. ഇല്ല ഇച്ചായ, അങ്ങനെയൊന്നും പറയല്ലേ. ഓ, നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നോക്കാം. നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. ഹായ്, അറിയോ? പ്രിയേ, ഇതാ റാണി, ഹരിയുടെ. അല്ല, എന്താ പ്രിയ ഒരു ക്ഷീണം പോലെ? ടെൻഷൻ ഉണ്ടോ? സൂപ്രണ്ട് ഇത്തിരി ബിസിയാ. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. റാണി, ഒരു മിനിറ്റ്. എന്താ? അല്ലാതെ അവൾക്കൊരു സംശയം. അവൾ പ്രഗ്നൻ്റ് ആണോ? അതെയോ? കൺഗ്രാറ്റ്സ്. അല്ലാതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ദേ നേരെ വാർഡ് 7 പോയി സിസ്റ്റർ രാജശ്രീ കണ്ടാൽ മതി. അപ്പോഴേക്കും സൂപ്രണ്ട് ഫ്രീ ആവും. ഞാൻ എവിടെ വിളിച്ചു പറഞ്ഞേക്കാം. അല്ല മനു, എന്താ? എങ്കിൽ പിന്നെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ട് സൂപ്രണ്ടിനെ കണ്ടാൽ പോരെ? ദേ ആദ്യത്തെ ഒരു വർഷം കുട്ടികളൊന്നും പാടില്ല എന്നാ. അയ്യോ അല്ല, ഈ ജോലി കിട്ടിയേ പറ്റൂ. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കാം ആദ്യം. ജോലി നമുക്ക് പിന്നെയും നോക്കാം. അത് ഇത്ര പെട്ടെന്ന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് റാണി. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ. അത് ശരി, വലിയ പ്ലാനിങ് ഉള്ള ആളല്ലേ. എന്നിട്ട് ഈ കാര്യത്തിൽ എവിടെ പോയി നിങ്ങളുടെ പ്ലാനിങ്ങാ? ദേ വളഞ്ഞ വഴിക്കൊന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ ഒരു ഭാഗ്യ. നിങ്ങളതിൻ്റെ വിഷം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടതാ. നീ റിലാക്സ് ആകെ. ആദ്യം റിസൾട്ട് വരട്ടെ. ഓക്കെ? അല്ല, നിങ്ങളെന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കണേ? അല്ല പ്രിയ, ഞങ്ങൾ ആ ജോലിയുടെ കാര്യം. ഇച്ച ഇനി ജോലി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. പതുക്കെ, ഇത് ഹോസ്പിറ്റലാ. വാ, നമുക്ക് വാർഡിലോട്ട് പോവാം. എൻ്റെ ദൈവമേ, ഇല്ല, എനിക്കിത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ലല്ലോ. എന്താടാ കാര്യങ്ങൾ? ഇന്റർവ്യൂ കഴിഞ്ഞോ? എടാ ആകെ കുഴപ്പമായി. പ്രിയ അവൾ പ്രഗ്നന്റ് ആടാ. നീ എന്ത് പണിയാടാ കാണിച്ച? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എടാ അതൊന്നും പറയാനുള്ള സമയമല്ല ഇപ്പൊ. നിനക്ക് ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റും. നീ റാണി വിളിച്ച് ഇതെങ്ങനെയെങ്കിലും കളയാനുള്ള കാര്യങ്ങൾ ചെയ്യണം, പ്ലീസ്. എടാ നീ ടെൻഷൻ ആവല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ അതത്ര ഈസി അല്ല, തല പോണ കേസാ. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല. അത് ശരിയാ, ഇപ്പൊ ഒരു കുഞ്ഞു വന്ന എല്ലാ പ്ലാനും പൊട്ടും. എന്തായാലും ഞാൻ റാണി ഒന്ന് വിളിക്കട്ടെ. അല്ല, നീ പ്രിയയോട് സംസാരിച്ചു? ഇല്ലടാ, അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. നീ ആദ്യം അവളെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുക, ബാക്കി പിന്നെ നോക്കാം. ഞാൻ നിന്നെ വിളിക്കാം. ശ്രീ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ.
ദൈവം എന്തൊരു കഷ്ടമായത്. എല്ലാം ഒരു കണക്കിന് ഒത്തു വന്നപ്പം അതിനിടയ്ക്ക് ഇല്ല, നമുക്കിപ്പോൾ ഒരു കുഞ്ഞു വേണ്ട. പ്രിയ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ ഒട്ടും ഒരുങ്ങിയിട്ടില്ല, അതിനിടെ ഒരു കുഞ്ഞ്. എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല. നോക്ക് പ്രിയെ, ഒരു ജോലി കിട്ടി, കുറച്ചും കൂടെ നല്ല സൗകര്യമൊക്കെ ആയിട്ട് ഇതിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. ഇല്ല ചായ. പ്രിയ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. നമുക്കിപ്പോ ഈ കുഞ്ഞു വേണ്ട. നോക്ക്, ഞാൻ റാണിയോട് സംസാരിക്കാം. അവൾ ആരും അറിയാതെ ഇതിനെ എങ്ങനെയെങ്കിലും. ഇല്ല ഇല്ല, എന്നെ കൊന്നാലും ഞാനതിന് സമ്മതിക്കില്ല. ഇതുവരെ ഞാൻ നിങ്ങളെ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇതെനിക്കാവില്ല. ഓ, നീ നിർത്തുന്നുണ്ടോ? ഒരു അക്ഷരം വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ പറ്റുന്നു? കല്യാണത്തിന് മുന്നേ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞെന്നെ പറ്റിച്ചു. ഇല്ല, നിങ്ങൾ ചതിയനാണ്. ഇല്ല, എനിക്കിത് തന്നെ വേണം. ഞാൻ എന്റെ പപ്പയെ മറന്ന് നിങ്ങളെ വിശ്വസിച്ചു. നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചു. എനിക്കിത് സഹിക്കാൻ വയ്യ. ഇല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള ഒരു മിഷനായിരുന്നില്ല ആവശ്യം. ഇല്ല, ഇനി ഒരു നിമിഷം പോലും നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കില്ല. ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഇല്ല. എല്ലാത്തിനും കല്യാണം കഴിഞ്ഞ അന്ന് കൊണ്ട് തുടങ്ങിയ അവിടെ ഉള്ളൊരു പപ്പയും ജീവിക്കാനേത്ത ശവങ്ങൾ പോയിറങ്ങി എന്റെ കൺമുന്നിൽ കണ്ടുവരുത്. കൊല്ലും ഞാൻ എല്ലാത്തിനെ. എന്റെ പപ്പ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? എന്റെ ഇഷ്ടത്തിന് സമ്മതിച്ചതോ? ഇല്ല, ഇനി ഒരു നിമിഷം പോലും നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കില്ല. നിങ്ങളോടൊപ്പം ഞാൻ ഇനിയില്ല. പ്രിയ ഓടല്ലേ? അയ്യോ പ്രിയ, കണ്ണു തുറക്കുമോളെ. അയ്യോ ചോര. പ്രിയ കണ്ണു തുറക്ക് മോളെ. ഭാവി സുരക്ഷിതമാക്കാനുള്ള വ്യഗ്രതയും തങ്ങളെ തന്നെ മറന്നുപോകുന്ന പുതുതലമുറ, തങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു തലമുറയെ പറ്റി എത്ര ഗൗരവബോധമുള്ളവരാണ്. ഒരു വലിയ ആഗ്രഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമല്ലാതെ പലപ്പോഴും ഒരു കയ്യബദ്ധമായി ജനിച്ചു പോകുന്ന ഓരോ കുഞ്ഞും ആർക്കും വേണ്ടാതെ വളർന്നു വരുമ്പോൾ, ഉദരത്തിൽ വെച്ചതിനെ കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ, സുരക്ഷിതവും സമാധാനപൂർണവുമായ ഒരു സമൂഹത്തെ നമുക്കെങ്ങനെ സ്വപ്നം കാണുവാനാകും? സൗകര്യങ്ങളും ജോലികളും പദവികളും മുൻഗണനാ പട്ടികയിൽ വരുമ്പോൾ ദുരന്ത സങ്കീർണമാകുന്ന ബന്ധങ്ങൾ, ഒത്തുതീർപ്പുകളിൽ ഒതുങ്ങാത്ത മൂല്യങ്ങളിൽ എഴുതേരുന്ന ഒരു കുടുംബജീവിതം നമ്മുടെ സംസ്കാരത്തിന് അന്യമാവുകയാണോ? മരണത്തെയും അതിജീവിക്കുന്ന ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് ഒരു യാത്ര തുടങ്ങുകയാണ്. ഇന്നു മുതൽ മരണം വരെ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചനാ സംവിധാനം ബോണി ജോസ്, ചിറ്റാറ്റുകര. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മനു ദീപു ജോസഫ്, പ്രിയ ദിവ്യ ബിജു, പപ്പ സണ്ണി ഐരൂർ, ജോയങ്കിൾ റോയി സി ആന്റണി, ശ്രീജത്ത് ഷിജി പീറ്റർ, ഹരി മനോജ് ലൂയിസ്, റാണി ജ്യോതി ശിവദാസ്, അറബി അലി ബ്ലാക്ക്. ടൈറ്റിൽസ് ആൻഡ് നരേഷൻസ് ബെനൽ ദാസ് റേമൺ. റെക്കോർഡിംഗ് ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ. അവതരണം ഡിജി മാക്സ് സ്റ്റുഡിയോ.